ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയുടെ പീക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും ഈ 87ാമത്തെ ദിവസമൊക്കെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയുടെ പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ധൈര്യം തന്നെ വേണം. കാരണം ഷോ തീരാറായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബിഗ് ബോസുകളിലും ഈ ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഇവർ പിന്നെ ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞ് ഒരു വീക്ക് കൂടെ കഴിഞ്ഞാൽ പിന്നെ വലിയ ഒരു എന്താ പറയുക ഫൈറ്റുകളും കാര്യങ്ങളൊന്നും തന്നെ വരത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനമായി ഇനിയിപ്പോൾ ഫൈറ്റ് വേണ്ടെന്ന് നെവിൻ അത് പോയി അനുമോടത്ത് സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കപട നാടകമൊന്നും അല്ല, ഞാൻ ഇനി നിന്റെ അടുത്ത് കളിക്കാനൊന്നും വരത്തില്ല. മീൻസ് അതാണ് നല്ലത് മക്കളെ. ശരിക്കും നമ്മൾ എപ്പോഴും അടി വേണം, വഴക്ക് വേണം എന്നൊക്കെ പറയും. അത് ഏത് വരെയാണ്? ടിക്കറ്റ് ഫിനാലെ കഴിയുന്ന ആ വീക്ക് വരെ. അതുക്കപ്പുറം നമുക്കിതൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് ഒരു നോർമൽ സാധനമാണ്. അതിനകത്ത് കുറച്ച് സൂപ്പർ ഡ്യൂപ്പർ എന്താ പറയുക ക്വാളിറ്റി കണ്ടന്റ്സും. ഇപ്പൊ ഇതിനകത്ത് വാ തുറന്ന് സംസാരിക്കുന്ന ഒരാളായിരുന്നു അനുമോള്. കൂടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പിടിച്ചതോടുകൂടി നമുക്ക് കണ്ടന്റ് ഒന്നും ഇല്ലാതെ ആയി. സത്യം ഇന്ന് ഈ പറഞ്ഞതുപോലെ പണം അവിടെ കൊടുക്കുന്നുണ്ട്. ഈ പണം ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയാണോ അവിടെ ഒരു പണപ്പെട്ടി ടാസ്ക് കൊടുക്കേണ്ടത്? ആ 2 ദിവസം 3 ദിവസമൊക്കെ പണം വെച്ചിരുന്നെങ്കിൽ നമ്മളത് എന്റർടൈനിങ് ആയിട്ട് മണിക്കൂറുകളോളം നീണ്ടുപോയി ഇങ്ങനെ നോക്കി ഇരുന്നേരെ. ആരെടുക്കും, എപ്പോൾ എടുക്കും, എന്തൊക്കെയാണ് ഡിസ്കഷൻ, എത്രയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എടുക്കും, അതൊക്കെ. ഇതിപ്പോ വെക്കുന്നു തപ്പേന്ന് പറഞ്ഞാൽ 5 മിനിറ്റിൽ ടാസ്ക് കഴിയുന്നു. എപ്പിസോഡ് കാണുന്നവർക്ക് മനസ്സിലാവും എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് അവർ എപ്പിസോഡ് ഉണ്ടാക്കാറെന്ന്. തുമ്മുന്നതും തുപ്പുന്നതും ചീണ്ടുന്നതും മാന്തുന്നതും വരെ എടുത്ത് എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട്. കാരണം കണ്ടന്റ് ഇല്ല. എന്തോന്ന് കണ്ടന്റ് കാണിക്കും? ഇവരുടെ ലൈഫ് കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ലൈവ് കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ലൈവിനകത്ത് ഒന്നും ഇല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണം. അനുമോളും അനീഷും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അനുമോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദിലയുടെ അടുത്ത് നൂറയുടെ അടുത്തൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് പോകുന്നതാണ് നല്ലത്. അവരും അനുമോളെ മാത്രം കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. അവരും തിരിച്ച് സോർട്ട് ഔട്ട്. കാരണം ഇപ്പൊ ദിവസങ്ങളില്ലല്ലോ. നിങ്ങളത് ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ ഇന്നും നാളെയും കൂടിയാണ് ഉള്ളത്. പിന്നെ ബിഗ് ബോസ് ഇല്ല. കാരണം പിന്നെ വീക്കെൻഡാണ്. വീക്കെൻഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ് കണ്ടസ്റ്റൻസ് വരുന്നു, തീർന്നു. അയ്യോ ഈ സത്യമായിട്ട് ഞാൻ എണ്ണി ഇരിക്കുവാണ് കേട്ടോ തീരാൻ വേണ്ടിയിട്ട്. കാരണം മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത സീസൺ ഇതാണ്. വ്യൂവർഷിപ്പ് ഉണ്ടാവും, TRP ഉണ്ടാവും, ആൾക്കാർ കൂടുതൽ കാണുന്നുണ്ടാവും, കൂടുതൽ പ്രേക്ഷകരുണ്ടാവും. കാരണം പക്ഷേ ഈ സീസൺ മുതൽ കാണാൻ തുടങ്ങിയ ആരാധകർ ഉറപ്പായിട്ടും ബിഗ് ബോസ് വെറുക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം ഇതിനകത്ത് ഒരു ക്വാളിറ്റി കണ്ടന്റ് ഇല്ല. തീറ്റിയുടെ പേരിൽ മാത്രം വഴക്കുണ്ടാക്കുന്ന ഒരു സീസണാണ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി. നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സ്വഭാവങ്ങൾ, വളരെയധികം എന്താ പറയുക കുൽസിതങ്ങളും അതുപോലെ തന്നെ 18+ ടോക്കുകളും ഡബിൾ മീനിങ്ങുകളും ഒക്കെ നിറഞ്ഞ ഒരു അവിഞ്ഞ പുഴുത്ത സീസൺ എന്ന് എനിക്ക് ജനറലി ഇതിനെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ റിവ്യൂ ചെയ്യുന്നതാണ്, നമുക്ക് പണം കിട്ടുന്നതാണ്, എല്ലാം ശരി തന്നെ. പക്ഷെ ഇതൊക്കെല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്വാളിറ്റി ഈ ഷോയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പണം, ഏറ്റവും കൂടുതൽ പണം നൂറയ്ക്ക് കിട്ടി. ഇനി നാളെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടാസ്ക് കൂടി വരുമായിരിക്കും. ഇനി പണപ്പെട്ടി വെക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഏതാണ്ട് ഇപ്പോൾ 4 ലക്ഷത്തി സംതിങ് 4,75,000 4,75,000-ഓളം എമൗണ്ട് ഇവർക്ക് വീട്ടുകാർക്ക് കിട്ടി. അപ്പൊ ഇനി മാക്സിമം പണപ്പെട്ടിയൊക്കെ വെക്കുവാണെങ്കിൽ തന്നെ തമിഴ് ബിഗ് ബോസിലൊക്കെ 16 ലക്ഷം വരെ വെച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ മലയാളം ബിഗ് ബോസിൽ 2 സീസണിലേ വെച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു 7-7.25 എടുത്തു. 2 സീസണിലും 3 സീസണിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് 4 സീസണിലാണെന്ന് തോന്നുന്നു കൂടുതൽ വെച്ചത്. അപ്പൊ 7 ലക്ഷം വെച്ചത്. അപ്പൊ 7 ലക്ഷമൊക്കെ വെച്ച സ്ഥിതിക്ക് അതിന്റെ അപ്പുറത്തോട്ടൊന്നും മലയാളം ബിഗ് ബോസിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഒരു 10 മാക്സിമം നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിലും 4.5 ലക്ഷം 4.25 ലക്ഷം തീർന്നു. ഈ 4.25 ലക്ഷം തീർന്നിട്ട് ഇനിയിപ്പോൾ 10 ലക്ഷമാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ 5.25 ലക്ഷമേ ഉള്ളൂ. ഈ 5.25 ലക്ഷമൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ, ഒരു പട്ടിക്കുഞ്ഞ് പോലും അതിൽ തൊടാൻ പോകുന്നില്ല. ഇവിടെ ഉള്ള ആർക്കും വേണ്ട. അതൊക്കെ സ്റ്റാർട്ടിങ് എമൗണ്ട് ആണ്. 5.25 ലക്ഷമൊക്കെ സ്റ്റാർട്ടിങ് എമൗണ്ട് ആണ് കൊണ്ടുവെക്കുന്നത്. കഴിഞ്ഞ തവണ 5 ലക്ഷം വെച്ചത് ഓർമ്മയുണ്ടോ? അപ്പൊ എന്തായാലും ഇത്തവണ 5 ലക്ഷത്തിന് അവർ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അത് വേറൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പണപ്പെട്ടി ടാസ്ക് ഗുദ ഹവയായി മാറിക്കഴിഞ്ഞു ഈ സീസണിന്റെ പണപ്പെട്ടി. നമുക്ക് വെറൈറ്റി ടാസ്കുകൾ അവർ കാണിച്ചു തന്നെങ്കിലും വേറെ ഒന്നുമേ ഇല്ലാതെ ഡിസ്കഷൻസ് എല്ലാം വാരിക്കൂട്ടി ഇവരിരുന്നതുകൊണ്ടായിരിക്കും തലമണ്ടയിലിട്ട് കൊട്ടിക്കൊണ്ട് നിന്റെ ഒന്നും പ്ലാൻ ഇവിടെ നടക്കൂല മറ്റേ മക്കളെ എന്നും പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് അവർക്ക് പണി കൊടുത്തത്. എന്തായാലും അത് നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പബ്ലിക് ഒപ്പീനിയനിൽ നിന്നും കമന്റുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. പണപ്പെട്ടി വന്നിരുന്നെങ്കിൽ അവിടെ ചർച്ച വന്നേനെ, എത്ര വരമ്പ എടുക്കണം, ആർക്കൊക്കെ അതിൽ കണ്ണു പോയേനെ അറിയാൻ പറ്റിയേനെ, ആരൊക്കെ ഫിനാലെ ആഗ്രഹിക്കുന്നു എന്ന് അറിയാൻ പറ്റിയേനെ, കൂടുതൽ ഡിസ്കഷൻസ് അവിടെ വന്നേനെ, അവിടെ ഇൻഫ്ലുവൻസിങ് വന്നേനെ, നീ എടുക്കുക, അവരെടുക്കുക, അവർക്ക് യൂസ് ചെയ്യും, ഇവർക്ക് യൂസ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വന്നേനെ മക്കളെ. അതെല്ലാം തൊലഞ്ഞു പോയി.
അനുമോളും ആദിലയും നൂറയുമായിട്ടുള്ള വിഷയങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാൻ അനീഷ് നോക്കുന്നുണ്ട്. അത് സോർട്ട് ഔട്ട് ആവുന്നില്ല. ഞാൻ പറയുന്ന സോർട്ട് ഔട്ട് ആവരുത്. കാരണം 3 പേർക്ക് നെഗറ്റീവ് വരണം, എന്നാലേ പഠിക്കത്തുള്ളൂ. ഈ കാണിക്കുന്ന അനാവശ്യ വഴക്ക്, ഇച്ചിപ്പോ എന്ന് പറയുമ്പോൾ അതീ കയറി പിടിച്ചുകൊണ്ടുള്ള വഴക്ക്, തീറ്റി ഇതൊക്കെ വെളിയിലിറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ നാണം കെടും. ആഹാരത്തിന്റെ പേരിൽ നമ്മൾ ഇത്രയും തമ്മിൽ തല്ലിയിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ട്. അതിപ്പോ ഇവരെ 3 പേരെയും കേസല്ല, എല്ലാവരും ഈ സീസണിലുള്ള ഒട്ടുമിക്ക എല്ലാവരും 1-2 പേരെ വിരലിലെണ്ണി മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്ന അടുക്കള വഴക്കും തീറ്റിക്ക് വേണ്ടിയുള്ള അടിയുമാണ്. സത്യം, പട്ടിണി കിടക്കുന്ന ആൾക്കാർ പോലും ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കത്തില്ല. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നത് ഒന്നും ഇല്ല പറയാൻ. എന്നാൽ ബിഗ് ബോസ് സീസൺ 7 ഡേ 87 ഒക്ടോബർ 29 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവല്ലേ, ബോധം കെടല്ലേ. ഓക്കെ, അപ്പോൾ മോർണിംഗ് സോങ് ഏതോ ഒരു തമിഴ് പാട്ടാണ് വെക്കുന്നത്. ഈ കഴിഞ്ഞ 86 ദിവസമുള്ള മോർണിംഗ് സോങ് പാടിയിട്ടാണ് നമ്മൾ റിവ്യൂ തുടങ്ങുന്നത്. ഇന്ന് പാടാൻ തന്നെ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഒരു തമിഴ് പടത്തിലെ പാട്ടാണ്. മലയാളം ബിഗ് ബോസിൽ മാത്രമുള്ള പ്രത്യേകതയായിരിക്കും അന്യഭാഷകളിലെ പാട്ട് പ്ലേ ചെയ്യുന്നത്. സത്യം മക്കളെ, ഇത് 2-മത്തെയോ 3-മത്തെയോ തവണയാണ് തമിഴ് സോങ് പ്ലേ ചെയ്യുന്നത്. ആ തമിഴ് ബിഗ് ബോസ് ആണെങ്കിൽ മലയാളത്തിന്റെ സോങ് 7 ഇലത്തോട്ട് പോലും അടുപ്പിക്കത്തില്ല. ഇപ്പൊ മലയാളം ബിഗ് ബോസ് പൈസ 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 ഇത് തന്നെയാണ് മെയിൻ ആയിട്ട് ഈ വീക്കിൽ വെച്ചിരിക്കുന്ന പാട്ടുകൾ. അപ്പം പൈസ 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 അത് മെനിങ്ങാന്ന് വെച്ചു. ഇന്നലെ അവർ മറ്റേ പൈസ ഓക്കെ ദാ ഈ പൈസ, ഇന്ന് അതിന്റെ വേറൊരു പാട്ടാണ് വെച്ചിരിക്കുന്നത്. പൈസ തന്നെയാണ് മെയിൻ. അപ്പൊ തമിഴ് പാട്ടുകളിട്ട് നമ്മളിങ്ങനെ വെറുപ്പിക്കരുത് ബിഗ് ബോസെ. നമ്മൾ കാണുന്ന മലയാളം ബിഗ് ബോസ് ആണ്. ആകെ 100 ദിവസം കാണുന്നതിനകത്ത് ഒരു 10-20 ദിവസം വീക്കെൻഡ് പോയി കഴിഞ്ഞാൽ ഒരു 80 ദിവസം കിട്ടുന്ന പാട്ട് അതെങ്കിലും മലയാളത്തിൽ ഇടാനായിട്ട് ശ്രമിക്കൂ. പിന്നെ മോർണിംഗിൽ നടക്കുന്ന അനുവിൻ്റെ അടുത്ത് അനീഷ് കൺവിൻസ് ചെയ്യാൻ നല്ല രീതിക്ക് ശ്രമിക്കുന്നുണ്ട്. അനു പക്ഷേ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിൽ നിന്നും ഒട്ടും തന്നെ പിന്മാറുന്നില്ല എന്നുള്ള പൂർണ്ണമായ വാശിയോടുകൂടി നിൽക്കുവാണ്. ആദിലയും നൂറയും വിളിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും യാതൊരു രീതിയിലുള്ള തീർപ്പും എത്തുന്നില്ല. ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയുടെ അങ്ങേ അറ്റം അനുമോൾ പിടിച്ചിരിക്കുകയാണ്. അത് നെഗറ്റീവ് ആകുമോ പോസിറ്റീവ് ആകുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ എൻ്റെ പൊന്ന് കണ്ടസ്റ്റൻസെ, നിങ്ങൾ ഇനി എന്തോന്ന് വലുതും അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അവിടെ ഇനി ജയിക്കാനുള്ളവർ ജയിക്കും. എൻ്റെ രൂപം ശരിയാണെങ്കിൽ ഒന്നുകിൽ അനുമോള് കപ്പ് വെക്കും, ഇല്ലെങ്കിൽ അനീഷ് കപ്പ് വെക്കും. 1-2 പൊസിഷനിൽ ഇവർ തന്നെ ആയിരിക്കും. 3rd പൊസിഷനിൽ ഞാൻ കരുതുന്നു ഷാനവാസ് വരുമെന്ന്. 4th പൊസിഷനിൽ നൂറ വരും. 5th അക്ബർ വരും. ഇതാണ് ഞാൻ കരുതി വെച്ചിരിക്കുന്ന ഒരു സാധനം. അടുത്ത് പിന്നെ 3 പൊസിഷൻസ് ഉണ്ട്. അതിനകത്ത് സാബുമാൻ ആയിരിക്കാം ഈ ആഴ്ച ഔട്ട് ആവുന്നത്. അതിന് തൊട്ട് മുകളിൽ നെവിൻ, അതിന് തൊട്ട് മുകളിൽ ആദില. അങ്ങനെയാണ് ഞാൻ ഇപ്പം നിലവിൽ കരുതി വെച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താകും എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി കളിച്ചാലും കളിച്ചില്ലെങ്കിലും ഈ പൊസിഷൻസിൽ ഭയങ്കരമായ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അനുവിനും അനീഷിനും മാത്രം അവരുടെ പെർഫോമൻസ് ബേസ്, അവരുടെ ക്യാരക്ടർ, അവരുടെ സ്വഭാവമൊക്കെ ഇനി മാറ്റർ ആവും. കാരണം എനിക്ക് തോന്നുന്നു മലയാളം സീസണുകളിൽ സീസൺ 1 പേള് വിൻ ചെയ്യോ സാബു വിൻ ചെയ്യോ എന്ന് പറഞ്ഞ ആളുകൾ നോക്കിയിരുന്നിട്ട് സാബു മോൻ വിൻ ചെയ്തത് അതുപോലെ തന്നെ മറ്റൊരു സീസണായി മാറുവാണിത്. കാരണം വേറെ എന്താ സീസണിൽ നമുക്ക് കൺഫ്യൂഷൻ വന്നിട്ടില്ല. സീസൺ 3 മണിക്കുട്ടൻ ജയിക്കുമെന്നും, സീസൺ 4 ദിൽഷ ജയിക്കുമെന്നും, സീസൺ 5 അഖിൽമാരാണ് ജയിക്കുന്നത്, സീസൺ 6 ജിൻഡോ ജയിക്കുമെന്നും പകുതി ആയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. പക്ഷെ ഇത് ഇപ്പോൾ 87-ാമത്തെ ദിവസമായിട്ടും ഒന്നുകിൽ അനുമോൾ ഇല്ലെങ്കിൽ അനീഷ്, ആർക്കാണോ അന്നേരം വോട്ട് കൂടുതൽ കിട്ടുന്നത് ആ സ്പോട്ടിൽ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല രണ്ടുപേരുടെ തമ്മിൽ. എനിക്ക് ആ സാധനമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവരൊഴിച്ച് ബാക്കി ആരവിടെ കിടന്ന് എന്ത് തകിട മറച്ചു കഴിഞ്ഞാൽ പൊസിഷനിൽ മാറ്റം വരാൻ പോകുന്നില്ല. ഇവരും അതുകൊണ്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആയിക്കോട്ടെ. ഇവരുടെ കോംബോയാണ് ഇപ്പൊ വെളിയിൽ വരുന്നത്. എന്റെ പൊന്നെ, ഞാൻ കണ്ടായിരുന്നു ഇവര് അനുമോളും അനീഷും കൂടെ കല്യാണമൊക്കെ കഴിച്ച് നിൽക്കുന്ന നടക്കത്തെ സാധനം. പിന്നെ ബോഡി ഗാർഡിലെ പോലെ കൊടയൊക്കെ പിടിച്ച് നിൽക്കുന്ന സാധനം. അനുമോൾക്ക് ഒരു താങ്ങായിട്ട് നിൽക്കുന്നത്. പിന്നെ കുറെ ട്രോളുകൾ. എനിക്കൊന്ന് ബാഹുബലി സിനിമയിലെ മറ്റേ ദേവസേനയെ ചങ്ങലയിൽ കെട്ടിക്കൊണ്ടുവരുമ്പോഴത്തേക്കും ദേവസേനയുടെ ദേഹത്ത് തൊടുന്നതും ബാഹുബലിയുടെ വാളിന്മേൽ തൊടുന്നതും ഒരുപോലെയാണെന്നൊക്കെ പറഞ്ഞ പോലെ സെയിം സാധനം. അതിൻ്റെയൊക്കെ എഡിറ്റൊക്കെ വന്നിട്ടുണ്ട്. അനുമോള്, ദേവസേന, ബാഹുബലി, അനീഷ്, കട്ടപ്പ, ആദില. കട്ടപ്പ അല്ലല്ലോ, രാജമാത ശിവകാമിയായിട്ട് ആദില. അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ചിരിച്ച് അകത്തല്ല ബിഗ് ബോസ്, അതിനേക്കാളും രസം പുറത്തെ ട്രോളുകളുണ്ട്. ഓക്കെ, അടുത്ത് ഇന്ന് ഈ പറയുന്ന പോലെ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. ലക്ഷങ്ങൾ വെച്ചിട്ടുള്ള ടാസ്ക്കാണ്. 3.5 ലക്ഷം രൂപയുടെ ആ ടാസ്കിനകത്ത് എനിക്ക് അവസാനം ബീബി കാണിച്ചത് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി. കാരണം അവിടെ 3.5 ലക്ഷം രൂപ
അവർ ഈ പറഞ്ഞ പണപ്പെട്ടിയിലൊക്കെ എല്ലാ പ്രാവശ്യവും അവരവർക്ക് ഇഷ്ടമുണ്ട്. ഒരാൾ പണം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ഇഷ്ടമാണ്. ഓക്കെ, അത് പോട്ടെ, അത് നിങ്ങൾ കളഞ്ഞിട്ട് കളിച്ചെടുക്കാരെന്ന് പറഞ്ഞ് ടാസ്ക് കൊടുത്തു. അപ്പൊ കളിച്ചെടുക്കാരെന്ന് പറഞ്ഞ് ടാസ്ക് കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരുടെ കളിയെ നിങ്ങൾ മാനിക്കണം. അവർ കളിച്ചൊരു വിധത്തിൽ എത്തിയിട്ട് വീട്ടുകാരുടെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നത് എനിക്കത് ട്വിസ്റ്റ് ആയിട്ടല്ല തോന്നിയത്. ട്വിസ്റ്റ് എന്നൊക്കെ ഞാൻ ലൈവിൽ നടക്കുമ്പോൾ ഞാൻ പറയും ഒരു ട്വിസ്റ്റ് ബിഗ് ബോസ് വെച്ചിട്ടുണ്ടെന്നൊക്കെ. എനിക്കെന്ത് ട്വിസ്റ്റ് ആയിട്ടില്ല, അത് എന്തോ കാണിച്ചൊരു പാർഷ്യാലിറ്റി, അതങ്ങനെ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുന്ന കാര്യം എന്തുവാണ്? അപ്പൊ പിന്നെ അങ്ങനെയാണെങ്കിൽ വീട്ടുകാർക്ക് ഏറ്റവും സപ്പോർട്ടുള്ള ആൾക്ക് കിട്ടുമല്ലോ. അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ അക്ബർ കളിച്ചെങ്കിൽ അക്ബറിന് കിട്ടണമായിരുന്നു, നൂറ കളിച്ചെങ്കിൽ നൂറയ്ക്ക് കിട്ടണമായിരുന്നു. രണ്ടുപേരും അവിടെ ഈക്വൽ ആയിട്ട് കളിച്ചിട്ടുണ്ട്. വീട്ടുകാരുടെ തീരുമാനിക്കാൻ പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഒരു റൗണ്ടും കൂടെ സിംപിളി ബിഗ് ബോസിന് വെക്കാമായിരുന്നു, ഇല്ലെങ്കിൽ ഒരു ടാസ്ക് വേറെ എക്സ്ട്രാ കൊടുക്കാമായിരുന്നു. നിങ്ങളുടെ കീശ കാലിയായോ ബീബി? എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കണം. സ്വന്തമായിട്ട് ഒരു വീട് വെച്ച് കെട്ടിപ്പൊക്കിയപ്പോൾ കോടികളുടെ ചെലവാണ് ഒരു വീട് കെട്ടിപ്പൊക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണുന്നില്ല. അത് കെട്ടിപ്പൊക്കിയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടാസ്ക് നടത്താനും നിങ്ങൾ ഈ സീസണിലെ കണ്ടസ്റ്റന്റ് ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു ടാസ്കിലും പിൻവാങ്ങി നിന്നിട്ടില്ല. ഇല്ലാത്ത പറഞ്ഞുകൊണ്ടല്ലോ, എന്ത് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരവരുടെ മാക്സിമം എഫേർട്ട് അതിനകത്ത് ഇടാനായിട്ട് നോക്കിയിട്ടുണ്ട്. അലമ്പി വിട്ടിട്ടുണ്ടെങ്കിലും അവരതിനകത്ത് മാക്സിമം അതിനൊരു ഇൻവോൾവ്മെന്റ് കൊടുക്കുക. ടാസ്ക് അലമ്പിയാലും തൊലച്ചാലും കൊളമാക്കിയാലും ഒരു ഇൻവോൾവ്മെന്റ് അതിനകത്ത് കൊടുക്കുമായിരുന്നു. പക്ഷെ നിങ്ങളാണ് ഇവിടെ മണ്ടത്തരം കാണിച്ചത്. ഫേക്ക് കാർഡ്, സ്ട്രേറ്റ് കാർഡ്, ഡ്രാമ കാർഡ്, കരച്ചിൽ കാർഡെന്ന് പറഞ്ഞ ഒരു 150 കാർഡും കൊണ്ടുവന്ന് ഒന്നും കീറിയുമില്ല. ഇവരതിനേക്കാൾ 70,000 കാർഡ് ഇറക്കുകയും ചെയ്തു. നിങ്ങളുടെ 7 കാർഡ് പൂട്ടുകയും ചെയ്തു. ഹോസ്റ്റിന് മോശം, ടീമിന് മോശം, മേക്കേഴ്സിന് മോശം, ക്രൂവിന് മോശം, മൊത്തം മോശമായിട്ടിരിക്കുകയാണ്. അലമ്പായിരിക്കുകയാണ് ഈ സീസൺ. അത് മെയിൻ കാരണം നിങ്ങൾ തന്നെയാണ്. കണ്ടസ്റ്റൻസിനെ പഠിക്കരുതേ, പഠിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ തന്നെയാണ് കാരണം. ടാസ്ക് ഇല്ല. ഇന്നവർ ഈച്ചയാട്ടി എത്ര നേരം അതിനകത്ത് ഇരിക്കുന്നുണ്ടെന്ന് അറിയാവോ? സത്യം, ടാസ്കിന് വേണ്ടി ഇന്ന് വരെ ഒരു സീസണിലും കണ്ടസ്റ്റൻസ് ഇങ്ങനെയാണെന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ തവണ കണ്ടത് അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ 3,50,000 രൂപ ഈ പറയുന്ന പോലെ നൂറയ്ക്ക് കിട്ടുകയാണ്. അപ്പൊ നൂറയുടെ നിലവിലെ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,50,000 പിന്നെ ഉള്ള 830 രൂപയും കൂടി ചേർത്തിട്ട് 3,51,330 രൂപ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണ്ട് അത്രയായിരിക്കും. ഇനി ബാക്കി വിന്നിങ് എമൗണ്ട് എത്രയേ ഉള്ളൂ? ഇത്രയും കൂടെ പോയപ്പോൾ ഇനി വിന്നിങ് എമൗണ്ട് 45,20,45,20,000 രൂപ കൂടി ഇനി ബാക്കി ഉള്ളൂ. 4,75,000 രൂപ എല്ലാവർക്കും കൂടെ അപ്പം കിട്ടി. ഇനി നാളെ ഇതിനേക്കാൾ വലിയ ടാസ്ക് ഒന്നും വരില്ല. വീണ്ടും പണം തന്നെ ആയിരിക്കും വെക്കുന്ന. ഒരു 2 ലക്ഷം രൂപ കൂടെ കൊടുക്കും എന്തെങ്കിലും. അതിനേക്കാൾ അപ്പുറത്തോട്ടൊന്നും ഒന്നും വരാനൊന്നും ഇല്ല. ഇത് തന്നെയാണ് മക്കളെ ഇവിടെ നടക്കുന്നത്. വേറെ ഒന്നും ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. അനുവിൻ്റെ ഒറ്റപ്പെടൽ തന്നെയാണ് അവിടെ ഉള്ളത്. വേറെ ഒന്നുമില്ല. അത് അനീഷും കൂടെ നിന്നൊരു കോംബോ ആയി മാറുന്നുണ്ട്. അനു വീണ്ടും ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നപ്പി മക്കളെ, സത്യമായിട്ടും ഒറ്റപ്പെടുന്നെന്ന് വെച്ചാൽ ഇപ്പം എന്തോ ഞാൻ പറഞ്ഞുതരാൻ, എന്നെ ഒറ്റപ്പെടുത്തുന്നേ എന്നുള്ള മൈൻഡിൽ എനിക്കാരോടും മിണ്ടണ്ട, എനിക്കാരോടും കൂടണ്ട. ഇനി ഇതൊക്കെ നമ്മുടെ ഹിന്ദി ബിഗ് ബോസിൽ ഒരു താരമുണ്ട്, ദേവി OTT 2 മനീഷ റാണി. സെയിം സാധനമാണിത്. ഇപ്പോഴത്തെ 2 ദിവസത്തെ അഭിനയം കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. അഭിനയമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ശരിക്കും ഫീൽ ആയിട്ടുണ്ടാവും. പക്ഷെ ഇത്രയ്ക്കും അതിൽ അഭിനയം ഡ്രാമാറ്റിക് ആവേണ്ട കാര്യമുണ്ടോ അനുമോളെ? കൊള്ളാം. ഇത്രേ പറയാനുള്ളൂ. വേറെ ഒന്നുമേ എനിക്ക് പറയാനില്ല. രാത്രി ഇവർക്ക് ഒരു ഗെയിം കൊടുക്കുന്നുണ്ട്. അതൊക്കെ ബിഗ് ബോസ് ഈച്ചയായിട്ട് ഇരിക്കുന്നുണ്ട് കൊടുക്കുന്നത്. പൈസ ചെലവില്ലാത്ത ടാസ്ക് അല്ലേ? പൈസ ചെലവില്ലല്ലോ, അപ്പൊ കൊടുക്കാമല്ലോ. അതാണ് അവിടെ നടക്കുന്നത്. വേറെ ഒന്നുമില്ല. ഒരു മാങ്ങാത്തൊലിയില്ല, ഒന്നുമില്ല. കണ്ണും ഇല്ലാന്ന് രേണുസുതി പറഞ്ഞ പോലെ അത് തന്നെ, ഒന്നുമില്ല. അപ്പോൾ അടുത്ത പ്രൊമോഡ് അപ്ഡേറ്റും ലൈവ് അപ്ഡേറ്റും ഒക്കെ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ.